മൂന്നാറിലെ വിനോദസഞ്ചാരിക്ക് നേരെയുണ്ടായ ദുരനുഭവം അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ അതിൽ നടപടി വന്നിട്ടുണ്ട്. ഈ സംഭവത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ ASI ആയ സാജു പൗലോസ്, ഗ്രേഡ് SI ജോർജ് കുര്യൻ എന്നിവർക്കെതിരെയാണ് നടപടി. ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പോലീസിനെ വിളിച്ചിട്ടും സഹായിച്ചില്ല എന്ന യുവതിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി വന്നിരിക്കുന്നത്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി ചേർന്നുണ്ട്. ജെയിൻ, 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കൂടി പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് നടപടികൾ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? എന്താണ് വിവരങ്ങൾ? പൂജ, ഈ യുവതിയെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന സംഭവത്തിൽ പോലീസ് ഒരു കേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 6ഓളം ടാക്സി ഡ്രൈവർമാർ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരെ കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ദൃശ്യങ്ങൾ കണ്ടാലും അതോടൊപ്പം തന്നെ ആ യുവതിയും കൃത്യമായി തന്നെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് പോലീസിന്റെ സഹായത്തിന് വിളിച്ചിരുന്നു. അവർ പോലീസിന്റെ സഹായത്തിന് വിളിച്ചപ്പോൾ പോലീസ് ഈ ഭീഷണിപ്പെടുത്തിയവർക്കൊപ്പമാണ് നിന്നതെന്നും തങ്ങളെ ഭീഷണിപ്പെടുത്തിയവരുടെ വാഹനത്തിൽ തന്നെ പോവാൻ പോലീസ് നിർബന്ധിച്ചു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഈ യുവതിയുടെ വീഡിയോ സന്ദേശത്തിലുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടൂറിസം വകുപ്പിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ ഓൺലൈൻ ടാക്സി ഒഴിവാക്കി അവിടെയുള്ള യൂണിയൻ ആളുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് പോകാൻ നിർദ്ദേശിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഏതായാലും പോലീസിന്റെ കാര്യത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു. 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് അവിടെ ചെന്നത്. ASI സാജു പൗലോസും അതോടൊപ്പം തന്നെ ഗ്രേഡ് SI ജോർജ് കുര്യനും. ഈ 2 പേരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഭാഗത്ത് കൃത്യവിലോപം സംഭവിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവി ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ശരി, ജെയിൻ എസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്.